സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, അതായത് ഈ കേന്ദ്ര സർക്കാർ വികസന കുതിപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ് ഇന്ത്യൻ .കോമ്പസ് എന്നുള്ള ട്വീറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. 28,600 കോടിയാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 10 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ നൽകുന്നതും കയറ്റുമതി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. കാരണം കേരളത്തിലെ പാലക്കാട് അടക്കം 10 സംസ്ഥാനങ്ങളിലെ 12 ഇടങ്ങളിൽ ഈ വ്യാവസായിക കുതിപ്പിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടും അതിനുള്ള നടപടിക്രമങ്ങളും, എന്തായാലും പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി ആകാൻ പോകുന്നത് തന്നെയാണ് ഒരുപക്ഷെ മലയാളികളായ നമുക്ക് ഇതിൽ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അതന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വിവിധ ഇടനാഴികൾ ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ 2030 ഇന്ത്യയിൽ നിന്ന് 2 ട്രില്യൺ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വഹിക്കുന്നതെന്നാൽ മോദി സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് ഈ 12 ഇടങ്ങളിലായി ഒരുങ്ങുന്ന സ്മാർട്ട് സിറ്റികൾ. നേരിട്ട് 10 ലക്ഷം പേർക്ക്, നേരിട്ടല്ലാതെ ഈ 30 ലക്ഷം പേർക്കാണ് തൊഴിൽ ഒരുങ്ങുന്നത് എന്നത് കൂടി ഓർക്കുക. അടുത്തത് കാണാം. ഇന്ത്യൻ കോമ്പസിന്റെ തന്നെ മറ്റൊരു ട്വീറ്റാണ്. SDPA objects to street lights with Hindu symbols at Lord Hanuman's birthplace Gangavati. കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് ഓർഡേഴ്സ് റിമൂവൽ എന്ന വാർത്ത ട്വീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. വാർത്ത ഇതാണ്: ഈ കർണാടകയിൽ ലോർഡ് ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് നമ്മൾ കരുതി പോകുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് പോകുന്ന ഗംഗാവതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഹിന്ദു സിംബൽസ് ഒന്നും പാടില്ല എന്ന് SDPA കത്ത് നൽകി കർണാടക സർക്കാരിന്, സിദ്ധരാമയ്യ സർക്കാരിന്. അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് പരിശോധിക്കാമെന്ന് തിരിച്ച വാക്കും കൊടുത്തിട്ടുണ്ട്. ഈ സംഭവമാണ് ഇപ്പോൾ ട്വീറ്റായിട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വർഗീയ ശക്തികൾക്ക് കുട പിടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ പല പ്രാവശ്യം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ SDPA അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി സർക്കാരിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യൻ കോൺഗ്രസ് തന്നെ അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. കാരണം whenever Congress is in power, Hindus will become second class citizens in their own homeland എന്നുള്ള കാര്യം അതെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം ഭൂപ്രദേശം അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് 2ാം പൗരന്മാരാവേണ്ട ഒരു അവസ്ഥയാണോ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ ഹിന്ദുക്കൾക്കുള്ളത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വകുപ്പാണ് ഈ ഇന്ത്യൻ കോൺഗ്രസ് ഈ ട്വീറ്റ് വഴി നൽകിയിരിക്കുന്നത്. ഇനി വിലയിരുത്തേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഒക്കെ ജനങ്ങളാണ്.